ബി.ജെ.പിയുടെ കേന്ദ്ര സംസ്ഥാന ഓഫീസുകളിലൊക്കെ വലിയ ആഘോഷമാണ്. ബി.ജെ.പിയുടെ ദേശീയ കേന്ദ്രീയ കാര്യാലയത്തിൽ ബി.ജെ.പിയുടെ ഡൽഹിയിലെ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി 6 മണിക്ക് ശേഷമാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ എത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി ജയിക്കുമ്പോൾ പ്രധാനമന്ത്രി അവിടേക്ക് എത്താറുള്ള പതിവുണ്ട്. ഇത്തവണ ആ പതിവ് ആവർത്തിക്കും. കുറെ കൂടി രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന ഒരു വേദി കൂടിയായി നേരത്തെ അത്തരം പരിപാടികൾ മാറാറുണ്ട്. ഒരിക്കൽ കൂടി വിനീത ബി.ജെ.പിയുടെ ആസ്ഥാനത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനീത, ബി.ജെ.പിയുടെ വക്താക്കളുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പലരും കോൺഗ്രസിനെ പരിഹസിക്കുന്നു, ലാലു പ്രസാദ് യാദവിനെയും RJD പരിഹസിക്കുന്നു. അങ്ങനെ ബി.ജെ.പിയുടെ ഒരു വലിയ വിജയം, NDAയുടെ ഒരു വലിയ വിജയം ആ നിലയിൽ കുറെ കൂടി അഗ്രസീവായി വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളും കേന്ദ്രത്തിലെ ബി.ജെ.പിയുടെ വക്താക്കളും ഒക്കെ ആഘോഷിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അതിന്റെ പ്രതികരണങ്ങളാണ് പല കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിജയകുമാർ. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഘട്ടത്തിൽ തന്നെ മഹാസഖ്യം നിരവധി ആരോപണങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ SIR നടപ്പാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. വലിയ ഒരു വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയപ്പോൾ പോലും ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിൽ നിന്നൊക്കെ ഇരുപക്ഷവും പറയുമ്പോഴും ഉള്ളിൽ വലിയ ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ബീഹാർ ഇത്തവണ ആർക്ക് അനുകൂലമാകുമെന്ന തരത്തിലേക്കുള്ള ആശങ്കകൾ തന്നെയായിരുന്നു ഇരു മുന്നണികൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി വാക്വേ അല്ല രണ്ട് ആളുകൾക്കും എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു മിന്നുന്ന ഒരു വിജയം തന്നെയാണ് NDA കരസ്ഥമാക്കിയിരിക്കുന്നതെന്ന് കൂടി പറയാം. അത് നേതാക്കൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്രയും വലിയ ഒരു നേട്ടം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. അതായത് BJP നമ്മൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ ബീഹാറിലെത്തി അദ്ദേഹം അവിടെ വന്ന വേദികളിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം പറയുന്നത് ഒരു 160ഓളം സീറ്റുകളിൽ ഞങ്ങൾ വിജയിക്കും എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കണക്കുകൂട്ടലുകളെ പോലും അപ്പാടെ തെറ്റിച്ചുകൊണ്ട് 200ലേക്ക് അടുക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷമാക്കുക തന്നെയാണ് അവർ ആ വിജയം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലെ BJPയുടെ പാർട്ടി ആസ്ഥാനത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇവിടെയുള്ള പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒക്കെയായി വലിയ ആഘോഷ പരിപാടികളാണ് ഈ പാർട്ടി ആസ്ഥാനത്ത് നടക്കുന്നത്. ഇതിനോടകം തന്നെ മധുര വിതരണം നൽകി. ഒപ്പം തന്നെ ഇതാ നമുക്ക് ബാൻഡ് മേളം ഒരു വശത്ത് നടക്കുകയാണ്, കലാപരിപാടികളുണ്ട്. ഇങ്ങനെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് BJP ആസ്ഥാനത്ത് നടക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി പ്രധാനമന്ത്രി എത്തിച്ചേരുമെന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു വശത്ത് ഒരുക്കിയിട്ടുണ്ട്. പൊതുവെ ഇത്തരം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്ന് അതിന് പിന്നാലെ അദ്ദേഹം തെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുന്നതിന് പിന്നാലെ അദ്ദേഹം ഈ പാർട്ടി ആസ്ഥാനത്തെത്തി സംസാരിക്കുമായിരുന്നു, ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. ഇത്തവണയും അത്തരത്തിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ആസ്ഥാനത്തൊക്കെ വലിയ ഒരുക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറുവശത്ത് ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ബാൻഡ് മേളം, പ്രവർത്തകർ അവിടെ നിന്ന് അവർ നൃത്ത ചൂടുകൾ വയ്ക്കുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ കൂടി മഹാസഖ്യത്തിന് നേരെ ഈ ഘട്ടത്തിൽ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നേരത്തെ അനിൽ ആന്റണിയൊക്കെ നമ്മളുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വോട്ട് ചോരി അടക്കമുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം ബീഹാറിലെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം വലിയ വിപുലമായിട്ടുള്ള ഒരു യാത്ര, ഈ വോട്ടധികാര യാത്ര രാഹുൽ ഗാന്ധി ബീഹാറിലുടനീളം നടത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ജനപിന്തുണ ലഭ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ നേതാക്കൾ കരുതിയിരുന്നതെങ്കിൽ പോലും ആ പ്രതീക്ഷകളൊക്കെ തന്നെ അപ്പാടെ തെറ്റിയെന്നുള്ളത് തന്നെയാണ് ബീഹാർ തെളിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.